കാലത്തും തൊഴിലാളി വർഗ നിലപാട് ഉയർത്തിപ്പിടിച്ച ആളാണ് വി.എസ്. എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നവകേരളത്തെ സൃഷ്ടിക്കാൻ തുടക്കം കുറിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് വി.എസ്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് പാർട്ടിയെ പ്രതിരോധിച്ച നേതാവ്. വർഗീയത ആപത്താകുന്ന കാലത്താണ് അദ്ദേഹം വിടവാങ്ങുന്നത്. നേതാക്കളുടെ വിയോഗം കൂട്ടായ പ്രവർത്തനത്തിലൂടെ പാർട്ടി മറികടക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെയും ഇന്നത്തെ ഘട്ടത്തിൽ ജനാധിപത്യ ശക്തികൾക്കും വലിയ നഷ്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് വി.എസിൻ്റെ വിയോഗം. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വി.എസിൻ്റെ വേർപാടിനെ തുടർന്ന് കേരളവും കേരളത്തിന് പുറത്തും നാം കണ്ട അത്യസാധാരണമായ ജനങ്ങളുടെ സങ്കടപ്പെടലിൻ്റെ വി.എസുമായി താദാമ്യപ്പെടുന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട്. വി.എസിൻ്റെ ശരീരം ചെങ്കുടിയിൽ പൊതിഞ്ഞ് കിടത്തിയിരുന്ന ആ ബസ്സിൽ യാത്ര ചെയ്തവരിൽ ഒരാളാണ് ഞാൻ. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമെല്ലാം നാട് എത്രമാത്രം സഖാവ് വി.എസിനെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു സഖാവ് വി.എസിൻ്റെ അവസാന യാത്ര. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആപാലവൃദ്ധം ജനങ്ങളും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തി. സഖാവ് വി.എസിൻ്റെ വിയോഗം കേരളീയ സമൂഹത്തിലും പുരോഗമന രാഷ്ട്രീയത്തിലും പൊതുവെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ് വി.എസിൻ്റെ വിടവാങ്ങൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ചേരുന്നു. വാക്കുകൾ ഇടറുന്നു. മുറിഞ്ഞു മുഴുമിപ്പിക്കാനാകാതെ കരകവിഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ 100 പൂക്കളും ഏറ്റുവാങ്ങിയാണ് വി.എസ്. യാത്രയായിരിക്കുന്നത്. എങ്ങനെയാണ് നേതാക്കൾ വി.എസിനെ ഓർത്തത്? പലർക്കും പല ഓർമ്മകളായിരിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ നേതാക്കളും വി.എസിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തൊക്കെ പറഞ്ഞു? അതെ, ഒരു യുഗാന്ത്യം ഉണ്ടാകുമ്പോ ആ യുഗത്തെക്കുറിച്ച് നേതാക്കന്മാർക്കെല്ലാം പറയാനുണ്ടാകും. അവിടെ പരിപാടിയിൽ പങ്കെടുത്ത അനുശോചന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വി.എസ്. അച്യുതാനന്ദനെ കുറിച്ച് പറയാൻ 100 നാവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമാണ് കൂടുതൽ പ്രസക്തമായി തോന്നിയത്. അദ്ദേഹം വി.എസ്. അച്യുതാനന്ദൻ നടത്തിയ സമര പോരാട്ടങ്ങളെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും തൊഴിലാളി വർഗ നിലപാട് ഉയർത്തിപ്പിടിച്ച ആളാണ് വി.എസ്. അച്യുതാനന്ദൻ. നവകേരളത്തെ സൃഷ്ടിച്ചതിന് തുടക്കം കുറിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു. അനിതര സാധാരണമായ ഇടപെടൽ കൊണ്ട് വി.എസിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം സമൂഹം വലിയ തോതിൽ ശ്രദ്ധിച്ചു എന്ന് പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് പാർട്ടിയെ പ്രതിരോധിച്ചയാളാണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ. വർഗീയത ആപത്താകുന്ന കാലത്താണ് വി.എസ്. വിടവാങ്ങുന്നത്. നേതാക്കളുടെ വിയോഗം കൂട്ടായ പ്രവർത്തനത്തിലൂടെ പാർട്ടി മറികടക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച എല്ലാ നേതാക്കളും, ജനറൽ സെക്രട്ടറി CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനായാലും നിലവിഷമായാലും എല്ലാ നേതാക്കന്മാരും വി.എസിന്റെ ആ സമര ത്യാഗത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അനുസ്മരിച്ചത്. അങ്ങനെ ഒരു യുഗം, ഒരു നൂറ്റാണ്ട്, ഒരു സമര നൂറ്റാണ്ട് എന്നൊറ്റ വാചകത്തിൽ പറയാം. ആ സമര നൂറ്റാണ്ട് ആണ് ഇപ്പോൾ വലിയ സുടുകാടിൽ എരിഞ്ഞമർന്നിരിക്കുന്നത്. ധന്യം.